നാട്ടുകാരുടെ ആശങ്ക അതേപടി തന്നെ നിലനിൽക്കുകയാണ്. ഇവരെ ഇപ്പോൾ തൽക്കാലത്തേക്ക് ഇപ്പോഴത്തെ എസ്റ്റേറ്റിലേക്ക് പോയ തൊഴിലാളികളെ അവിടെയുള്ള ജീപ്പ് ഓടിക്കുന്ന ആളുകൾ തന്നെ അവിടെ പോയി സുരക്ഷിതമായി തിരികെ കൊണ്ടുവന്നു. ആ ഘട്ടത്തിലൊന്നും അവിടെ അധികൃതർ തിരിഞ്ഞു നോക്കിയില്ല എന്നുള്ള പരാതികളൊക്കെ നാട്ടുകാർ ഉയർത്തുന്നുണ്ട്. എന്തായാലും അവരെ രക്ഷപ്പെടുത്തി കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇന്നാണെങ്കിൽ യെല്ലോ അലേർട്ട് മാത്രമാണ് നിലനിൽക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നത്. പക്ഷേ ഒരു രാത്രിയും ഒരു പകലും കൊണ്ട് 100 മില്ലിമീറ്റർ മഴ ലഭിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോയി. ഇതൊക്കെ തുടർന്നും സംഭവിക്കാവുന്നതാണ്. തുടർന്നും ഈ ആശങ്കയും ഈ സാഹചര്യവും ഒക്കെ അവിടെ രൂപപ്പെടാവുന്നതാണ്. തൽക്കാലം ആളുകളെ സുരക്ഷിതമായി മാറ്റിയിട്ടോ അല്ലെങ്കിൽ ഒരു ചർച്ച നടത്തി അവരുടെ ആശങ്കകൾ പരിഹരിക്കാമെന്ന ഉറപ്പിലോ ഒക്കെ തീരുന്നതാണോ ആ മേഖലയിലെ പ്രശ്നം? സംഷാദ് മറയ്ക്കാർ. ഇല്ല, ആ മേഖലയിലെ പ്രശ്നങ്ങൾ യഥാർത്ഥത്തിൽ വലിയ രീതിയിൽ തന്നെ ചർച്ച ചെയ്ത് പരിഹരിക്കപ്പെടേണ്ട വിഷയമാണ്. താങ്കൾ നേരത്തെ ചോദിച്ചതുപോലെ ഇന്നലെ രാത്രി ശക്തമായ മഴയുണ്ടായി. ഇന്ന് രാവിലെയും ആ മഴ തുടർന്നു. രാവിലെയോട് കൂടിയിട്ട് വലിയ പ്രയാസം അവിടെ ഉണ്ടായി. പക്ഷെ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവിടെ പോലീസിന്റെ ആളുകൾ ഉണ്ടായിരുന്നു, റവന്യൂവിന്റെ കൺട്രോൾ റൂമും അവിടെ ഉണ്ടായിരുന്നു. ഇത്തരത്തിലൊരു ശക്തമായ മഴ അവിടെ പെയ്യുന്നുണ്ട് എന്നും അവിടെ ബെയിലി പാലത്തിന് അപ്പുറത്തേക്ക് ആളുകൾ പോകുന്നത് അപകടകരമായ രീതിയിലാവും എന്നുള്ളതും അവർക്ക് മനസ്സിലാക്കേണ്ടതായിരുന്നു. അങ്ങനെ ആ ഒരു തീരുമാനം DOCയോട് ജില്ലാ കളക്ടറെയോ അറിയിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇന്ന് രാവിലെ തൊഴിലാളികളെ നമുക്ക് അങ്ങോട്ട് പറഞ്ഞു വിടുകയും പിന്നീട് അവരൊരു പ്രയാസത്തിലാക്കുകയും ട്രാക്ടറും ജീപ്പും ഒക്കെ ഉപയോഗിച്ച് അവരെ തിരിച്ചു കൊണ്ടുവരേണ്ട ഒരു സാഹചര്യം ഉണ്ടാവില്ലായിരുന്നു. അപ്പൊ പോലീസ് അവിടെ ഉണ്ടായിരുന്നു, അവിടെ റവന്യൂ കൺട്രോൾ റൂം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പക്ഷെ അത് കാര്യക്ഷമമായി ആ വിവരങ്ങൾ നമുക്ക് കൈമാറുന്നതിൽ പ്രയാസം ഉണ്ടായി. ഇപ്പോ താങ്കളൊക്കെ വിഷ്വൽ കാണിക്കുന്നത് പോലെ പിന്നീട് ശക്തമായ കുത്തൊഴുക്കുണ്ടായി. ജീപ്പും ട്രാക്ടറും ഒക്കെ ഉപയോഗിച്ച് തൊഴിലാളികളെ കൊണ്ടുവരേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. റെഡ് അലേർട്ട് ആണ് നമുക്കുള്ളത്, യെല്ലോ അലേർട്ട് ഉള്ളത്. റെഡ് അലേർട്ട് ഇല്ല എന്നുള്ളതൊരു വാദത്തിന് വേണ്ടി നമുക്ക് പറയാം. പക്ഷേ ചൂരൽമലയിൽ ദുരന്തം ഉണ്ടാകുന്നെന്നും നമുക്കന്ന് യെല്ലോ അലേർട്ട് ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളതാണ്. യെല്ലോ അലേർട്ട് ആണ് ഉണ്ടായിരുന്നത്, റെഡ് അലേർട്ട് ഉണ്ടായിരുന്നില്ല. അപ്പൊ അലേർട്ടുകൾ ചിലപ്പോൾ ചില കാലാവസ്ഥയുടെ നിരീക്ഷണത്തിന്റെ ഒക്കെ ഭാഗമായി പറയുന്നുണ്ടാകും. പക്ഷെ നമുക്ക് ഒരു പ്രാദേശികമായി കിട്ടുന്ന ഡാറ്റയെ കൂടെ കൺസോൾഡേറ്റ് ചെയ്താൽ നമുക്ക് ചില തീരുമാനങ്ങൾ എടുക്കേണ്ടതായിരുന്നു. അത് ഇന്ന് രാവിലെ ആ തീരുമാനത്തിന്റെ വൈകിയത് കാരണമാണ് തൊഴിലാളികൾ അപ്പുറത്തേക്ക് പോകേണ്ടി വന്നത്. അവിടെ യഥാർത്ഥത്തിൽ ഈ ജോൺ മത്തായി കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരം ചില മേഖലകൾ ഗോസോൺ ഏരിയയും ചില മേഖലകൾ നോ ഗോസോൺ ഏരിയയുമായൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇന്ന് അദ്ദേഹം മാർക്ക് ചെയ്ത മാർക്കിന് അപ്പുറത്ത് കൂടിയൊക്കെയാണ് വെള്ളം പോകുന്നത്. അദ്ദേഹം ജനവാസ മേഖലയ്ക്ക് ജനത്തിന് താമസിക്കാൻ കഴിയുമെന്ന് പറഞ്ഞ പ്രദേശത്താണ് ഇന്ന് മഴ പെയ്ത് വെള്ളം പോകുന്നത്. അതിന് മുൻപത്തെ പ്രാവശ്യം 3 ദിവസം മഴ പെയ്തപ്പോഴേക്കും അദ്ദേഹം മാർക്ക് ചെയ്ത പടവട്ടിക്കുന്ന് വഴിയാണ് വെള്ളം വരുന്നത്. അപ്പൊ അവിടെ ഒന്നും സത്യത്തിൽ ഗ്രൗണ്ട് റിയാലിറ്റിയിൽ താമസിക്കാൻ കഴിയില്ല. പക്ഷെ സാങ്കേതികത്വമായി ചിലപ്പോൾ ജോൺ മത്തായിക്ക് പറയാൻ കഴിയുമായിരിക്കും അവിടെ പറ്റും എന്നും ഇല്ല എന്നൊക്കെ. പക്ഷെ അതിന്റെ യഥാർത്ഥ ദുരിതം അനുഭവിക്കുന്നത് ആ പ്രദേശത്തെ ജനങ്ങളാണ്. ഓരോ മഴ പെയ്യുമ്പോഴും ആദിയോടുകൂടി പ്രയാസം ഉണ്ടാവുകയും എല്ലാവരും അവിടെ പോയി ഒരു ആശ്വാസം നടത്തുകയും ചെയ്യുന്നതിന് പകരം ക്രിയാത്മകമായ ഇടപെടൽ ഉണ്ടാകണം. ആ ഇടപെടൽ നമ്മൾ പറഞ്ഞതാണ്. പടവട്ടിക്കുന്നുകാരെയും റാട്ടപ്പാടിക്കാരെയും ഒക്കെ സർക്കാരിന്റെ കൊണ്ട് അവർക്ക് പുനരധിവാസത്തിൽ ഉൾപ്പെടുത്തിയാൽ ഒരു പ്രശ്നം നമുക്ക് പരിഹരിക്കാൻ കഴിയുന്നതാണ്. ആ ലിസ്റ്റ് ഇപ്പോഴും സർക്കാരിന്റെ കയ്യിൽ പെൻഡിങ് ആണ്. അതിനകത്ത് ഒരു തീരുമാനം യെസ് ഓർ നോ ഉൾപ്പെടുത്തുമോ ഇല്ലയോ എന്നുള്ള തീരുമാനം ഇതുവരെ വന്നിട്ടില്ല. 1. 2, ആ 3 വാർഡിനെയും നമ്മൾ ദുരന്ത ബാധിത വാർഡുകളായി പ്രഖ്യാപിച്ചു. തീവ്ര ദുരന്തമായി സെൻട്രൽ ഗവൺമെന്റ് പ്രഖ്യാപിച്ചു. ആ വാർഡുകളിൽ പല സ്ഥലത്തും മഴ പെയ്യുമ്പോൾ വെള്ളം കയറുന്ന വീടുകളുണ്ട്. അവർക്ക് എന്തെങ്കിലും തരത്തിൽ പുനരധിവാസം കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ടോ? ഇല്ല. അപ്പൊ ഇതൊരു മഴ പെയ്യുമ്പോൾ ആളുകൾ അജിറ്റേഷൻ നടത്തുമ്പോൾ, ഒരു സമരം നടത്തുമ്പോൾ ചർച്ച ചെയ്യുന്നതിന് പകരം ഒരു സിൻസിയറായ അപ്രോച്ച് ഉണ്ടാവുക. ജനങ്ങൾ ഇന്ന് അത് മാത്രമാണ് ആവശ്യപ്പെടുക. അവർക്ക് ദിവസ വേതനം പോലെ ഒരു കുടുംബത്തിൽ ഒരാൾക്ക് 9,000 രൂപ കൊടുത്തു, കുറെ പേർക്ക് കൊടുക്കാതെയായി. അതിന്റെ പ്രയാസം അവർ അവിടെ ഉന്നയിക്കുന്നുണ്ട്, അവർ സമരം ചെയ്യുന്നുണ്ട്. അവർക്ക് ഉപജീവന മാർഗം ഇല്ലാത്തതിന്റെ പ്രശ്നങ്ങളുണ്ട്. അപ്പൊ ഒരു വർഷമാകാൻ പോവാണ്. ജൂലൈ 30 ആവാൻ ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുമ്പോഴും ഒരു സിസ്റ്റം കൃത്യമായി ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തില്ല എന്നുള്ളത് ഒരു പ്രശ്നം. മുന്നറിയിപ്പ് നൽകുന്നതിലും കുറച്ചുകൂടെ കാര്യങ്ങളിൽ ഇടപെടേണ്ടതിലും വന്ന വീഴ്ചകളും ഒക്കെയാണ് ഇന്നത്തെ ഒരു പ്രയാസം ഉണ്ടാക്കിയത്. പക്ഷെ നമുക്ക് ഭാഗ്യവശാൽ പ്രയാസങ്ങളില്ലാതെ ആ പ്രശ്നത്തെ ആളുകളെ നമുക്ക് അവിടുന്ന് മാറ്റാൻ പറ്റി എന്നുള്ളതാണ്. ആളുകളുടെ സമരം ഇപ്പോഴും അവിടെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്.